ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ 7 സ്ഥലങ്ങളിൽ പൊട്ടിത്തെറി. കഴിഞ്ഞ 24 മണിക്കൂറിൽ 7 സ്ഥലങ്ങളിൽ പൊട്ടിത്തെറി. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് തന്നെ ഈ ഡൽഹിയിൽ നടന്ന പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പാകിസ്ഥാൻ്റെ ബന്ധം ഇതിനകത്ത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. NIA ഇന്ന് JNKയിൽ ഉടനീളം നല്ല രീതിയിലുള്ള സെർച്ച് നടത്തുകയാണ്. തുടരെ സെർച്ചാണ്. അതായത് ഈ പിടിക്കപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ പ്രൊഫഷണൽസ്, അതായത് ഈ വൈറ്റ് കോളർ തീവ്രവാദം ചെയ്യുന്ന വ്യക്തികളായിട്ട് 22 പേരെയാണ് ഇപ്പം നിലവിൽ സസ്പെക്ട് ചെയ്ത് കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിച്ച് NIA കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ 22 പേരിൽ ഒരു ഇമാം, സോഫിയാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ പള്ളിയിൽ ഇമാമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇമാം, ഇർഫാൻ എന്നാണ് കക്ഷിയുടെ പേര്. ഇർഫാനെ ചോദ്യം ചെയ്ത് ഇർഫാന് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ആ ബന്ധം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ, ഇയാളുടെ കൂട്ടുകാർ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഇപ്പം NIA അരിച്ചു വിറക്കുകയാണ് JNKയിൽ. ഇതിപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. 3 സ്ഥലങ്ങൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. NIA ഇന്ന് സെർച്ച് നടത്തുന്നത് കുൽഗാം, സോഫിയാൻ, ജമ്മു ആൻഡ് കാശ്മീരിലെ പുൽവാമ, ഇത്രയും സ്ഥലങ്ങളിലാണ് ടാർഗറ്റീവായിട്ടുള്ള സെർച്ച് നടത്തുന്നത്. ഇതിനകത്ത് ഈ പുൽവാമ എന്ന് പറയുന്ന സ്ഥലത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ നല്ല രീതിയിലുള്ള സ്ട്രോങ് ഹോൾഡ് ഉള്ള സ്ഥലമാണ് ഈ പുൽവാമ. അതായത് ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ട ഒരു കാൻഡിഡേറ്റിനെ ഇലക്ഷനിൽ മത്സരിപ്പിച്ച് അവർ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇലക്ഷൻ്റെ ടൈമിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണിത്. ഈ JNI എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഈ ഭീകരപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അവർ വളരെ സൈലൻ്റ് ആണ്, ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് അവർ പെരുമാറും. അവരെ കണ്ട അഗ്രസീവായിട്ട് തോന്നത്തേയില്ല. പക്ഷേ അവർ ആശയങ്ങൾ ഇങ്ങനെ കടത്തിവിട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഇർഫാൻ എന്ന് പറഞ്ഞ ഈ ഒരു ഇമാമിനെയാണ് ഇപ്പം കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇമാമിനെ ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായിട്ട് ഈ ജയ്ഷ് എന്ന് പറഞ്ഞ ആ സംഘടനയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് ഈ ഇമാം ഇർഫാൻ എന്ന് പറഞ്ഞ വ്യക്തി. ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ ഡൽഹിയിൽ നടന്ന സ്ഫോടനമായിക്കോട്ടെ, അതേപോലെ തന്നെ പല റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും പല നഗരങ്ങളിലായിട്ട് 30-ലധികം പൊട്ടിത്തെറികൾ നടത്താൻ വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചത് ഈ ഇർഫാൻ എന്ന് പറഞ്ഞ ഈ മൗലവിയാണെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതായത് ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് തന്നെ ഈ മൗലവിയാണ്, ഇർഫാൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയാണ്. മൗലവി ഇർഫാൻ അഹമ്മദ് വാഗെ എന്നാണ് ഇവൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ഇതിനകത്ത് ചില നിർണായകമായിട്ടുള്ള വില്ലേജുകളുടെ പേരും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ വില്ലേജുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഇപ്പം NIA നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോയിൽ, ചന്ദ്ഗാം, മലങ്പുറ, സംബൂറ ഏരിയ, പിന്നെ പുൽവാമ ഏരിയ, ഈ ഇത്രയും സ്ഥലങ്ങളാണ് കേന്ദ്രീകരിച്ച് തീവ്രമായിട്ടുള്ള നിലയിലുള്ള സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ കുൽഗാമിലാണ് ശരിക്കും ഈ ആദിൽ, ഈ ഡോക്ടർ ആദിൽ എന്ന് പറഞ്ഞ ഒരു തീവ്രവാദി ഉണ്ടല്ലോ, അവൻ്റെ ശരിക്കും ലോക്കൽ ഏരിയ കുൽഗാമാണ്. ആദിൽ അഹമ്മദ് റഥർ എന്ന് പറഞ്ഞവൻ, ഇവനെയാണ് UPയിൽ വെച്ച് പൊക്കിയത്. ഈ ഇമ്രാൻ എന്ന് പറഞ്ഞ ഈ സോഫിയാൻ പള്ളിയിലെ ഇമാമായിട്ട് പ്രവർത്തിക്കുന്ന ഇവന് ഡയറക്റ്റായിട്ട് മസൂദ് അസർ എന്ന് പറഞ്ഞ ജയ്ഷിൻ്റെ തലവനുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഇന്ത്യ കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ ശേഖരിച്ച് റെഡിയാക്കി വെക്കുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇനി 2-3 ദിവസത്തിൽ ഇന്ത്യ റഷ്യ ആ ഒരു മീറ്റിംഗ്, അതേപോലെ പുടിൻ ഇന്ത്യ സന്ദർശനമൊക്കെ നടത്തി മടങ്ങാൻ വേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ്. അത് കഴിഞ്ഞ പാടെ നമ്മൾ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്ത് ആക്രമണങ്ങൾ തുടങ്ങും. സ്ട്രാറ്റജിക് ആയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് മെത്തേഡിലായിരിക്കും അറ്റാക്ക് ഉണ്ടാവുക. അതിനെ തുടർന്ന് ഒരു റിപ്പോർട്ട് വരുന്നത് ഈ ഭീകരർ അവരുടെ സ്ഥലങ്ങളൊക്കെ ഈ ബോർഡർ ഏരിയയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഹാർട്ട് ലാൻഡിലേക്കാണ് അവരുടെ ഓഫീസുകളെല്ലാം ഇപ്പം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ടാർഗറ്റുകൾ കണ്ടെത്തി പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തേണ്ടതുണ്ട്. അത് പരമാവധി നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാതെ തന്നെ നമ്മൾ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുള്ള കപ്പാസിറ്റി ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ട്. അല്ലാതെ ബോർഡർ ക്രോസ് ചെയ്ത് പോയി നടത്തണം എന്നൊന്നുമില്ല. ഇടയ്ക്ക് ഓർമ്മയുണ്ടാവും, ഒരു ബ്രഹ്മോസ് മിസൈൽ ഇവിടെ നിന്ന് നമ്മൾ ബൈ മിസ്റ്റേക്കൻലി തൊടുത്തു വിട്ടതായിട്ടും അത് പാകിസ്ഥാനിൽ ചെന്ന് പതിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതോ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചത്. അത് പരീക്ഷണമാണോ അല്ലെങ്കിൽ ഇന്ത്യ മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ളതൊക്കെ പാകിസ്ഥാൻ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതേസമയം ഈ മാതൃകയിൽ നമുക്ക് അറ്റാക്ക് നടത്താനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് സൂചിപ്പിക്കുന്നത്. ഈ മസൂദ് അസർ എന്ന് പറഞ്ഞ ഇവനുമായിട്ടൊക്കെ ബന്ധം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇന്ത്യ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല, കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കും. അതേപോലെ ഈ മുസമിൽ ഷക്കീൽ എന്ന് പറഞ്ഞവൻ്റെ ഏരിയയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുകയാണ്. ഡൽഹി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റുകൾ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് വന്നില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള നിർണായകമായിട്ടൊരു പോയിന്റ്, അതായത് ഈ നമ്മൾ വളരെ ക്രൂഷ്യലായിട്ട് നമ്മുടെ അന്വേഷണം എത്തിച്ചേർന്നിരിക്കുന്നത് കൃത്യമായിട്ട് പാകിസ്ഥാനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്.
അതുപോലെ ലാസ്റ്റ് ബാച്ച് ഓഫ് ഇന്ത്യൻ പാസഞ്ചേഴ്സ് ശ്രീലങ്ക വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. നമ്മൾ അവിടെ റെസ്ക്യൂ മിഷനുമായിട്ട് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്നുള്ള രീതിയിലാണ് നമ്മൾ നടപ്പാക്കിയത്. പക്ഷെ അത് ഇപ്പം ഈ എയ്ഡ്, അതായത് അവർക്ക് വേണ്ട ഈ ദുരിതാശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട സാമഗ്രികളൊക്കെ നമ്മൾ ഇപ്പോഴും അയച്ചു കൊടുക്കുന്നുണ്ട്. അത് ബ്ലാങ്കറ്റ് ആയിക്കോട്ടെ, അവർക്ക് വേണ്ട തുണിത്തരങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ അവർക്ക് ഷെൽട്ടറുകൾ, അത് ടെമ്പററി ആയിട്ടുള്ള ഷെൽട്ടറുകൾ, അതുപോലെ അവർക്ക് മെഡിസിൻ, ഇമാതിരിയുള്ള പല സംഗതികളും ഇന്ത്യ ശ്രീലങ്കയിലേക്ക് അയച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേസമയം പാസഞ്ചർ എവാക്യുവേഷൻ അത് പൂർത്തിയായിരിക്കുകയാണ്. ലാസ്റ്റ് പാസഞ്ചർ ഷട്ടിൽ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇനി പാസഞ്ചർ ഷട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയൊരു ട്രിപ്പ് നമ്മൾ നടത്തില്ല. ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാരെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്ക ആയിക്കോട്ടെ, പോളണ്ട് ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽപ്പെട്ട പൗരന്മാരെ ഇന്ത്യ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. അതും കൂടി നമ്മളിവിടെ ചേർത്ത് പറയേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ ഒക്ടോബറിൽ, ഒരു മിഡ് ഓഫ് ഒക്ടോബറിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യാപാര പാത അടച്ചു പൂട്ടിയതാണ്. ഇതുവരെ തുറന്നിട്ടില്ല. ഇതുകൊണ്ട് നഷ്ടമാർക്കാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പാകിസ്ഥാനാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാന് ചബഹാർ റൂട്ട് വഴി ഇറാൻ ത്രൂ ഇന്ത്യ കൃത്യമായിട്ടുള്ള സപ്ലൈ, അവർക്ക് ഫുഡ് സപ്ലൈ ആയിക്കോട്ടെ, മെഡിസിൻസ് ആയിക്കോട്ടെ, അവർക്ക് ലൈഫ് സേവിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഇതിലൂടെ കമ്മോഡിറ്റി വ്യാപാരം നടത്തുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. ഇതിനകത്തൊരു വിഷയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആവശ്യ സാധനങ്ങൾക്കും വില വർധനവ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖവാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിന് നല്ലതാണ്. കാരണം തീവ്രവാദികളുടെ കടന്നുകയറ്റത്തിനെയും പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് വന്നുള്ള പൊട്ടിത്തെറിയും നമുക്ക് വെച്ച് പൊറുപ്പിക്കേണ്ടതില്ല. പക്ഷെ അതേസമയം നമുക്കിതൊരു ദുരന്തം കൂടിയാണ്. അതായത് ഈ കമോഡിറ്റി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപാട് ദുരന്തമാണ്. ഏതാണ്ട് 65% ആൾക്കാർ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഈ വ്യാപാരപാത അടച്ചതോടുകൂടി 65% ബിസിനസ് പീപ്പിൾ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, ഇങ്ങനെയും ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. ആ രീതിയിൽ മാറ്റി മറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ ഉള്ളിൽ അവസ്ഥ ഗുരുതരമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറാണ് ശരിക്കും പാകിസ്ഥാൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ അഫ്ഗാനിസ്ഥാനെ അറ്റാക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ എന്നാലും അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിൽ തന്നെയാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഈ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് 4 ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ കാബൂൾ കേന്ദ്രീകരിച്ച് എയർ സ്ട്രൈക്ക് നടത്തി എന്നുള്ള അവകാശവാദം അഫ്ഗാനിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ അതിനെ അംഗീകരിച്ചിട്ടില്ല. അതേസമയം പാകിസ്ഥാന്റെ ഉള്ളിലുള്ള കടന്നുകയറ്റം തടയാൻ വേണ്ടിയിട്ട് ഈ കോറിഡോർ ക്ലോസ് ചെയ്ത് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം കൂടി പാകിസ്ഥാനുണ്ട്. പക്ഷേ പൊതുജനങ്ങൾക്ക് ആ അഭിപ്രായമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. DGISPR അവരുടെ മിലിറ്ററിയുടെ ലീഡർഷിപ്പിലുള്ള വ്യക്തിയാണ് ജനറൽ അഹമ്മദ് ഷെരീഫ്. ഒരു സ്പോക്സ് പേഴ്സൺ പോലെയാണ് പുള്ളിക്കാരൻ എപ്പോഴും വന്നിട്ട് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഈ കടന്നുകയറ്റം ഭീകരവാദവും അതുപോലെ തന്നെ ഈ കച്ചവടവും ഒരേപോലെ നടക്കില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മളുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരെപ്പോഴും ആ രീതിയിലാണ് അവരുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഈ കോൾ, ഈ കൽക്കരി ഇറക്കുമതി ചെയ്തുകൊണ്ട് അത് അവർക്ക് ശരിക്കും ഇലക്ട്രിസിറ്റി മേഖലയുമായിട്ട്, എനർജി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കൽക്കരി അഫ്ഗാനിസ്ഥാൻ വഴിയാണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഇവർ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 30,000 മുതൽ 38,000 കറൻസി, പാക് കറൻസിയാണ് ഒരു ടണ്ണിന് വേണ്ടിയിട്ട് അവർ മുടക്കുന്ന പൈസ. ഒരു ടൺ കൽക്കരിക്ക് വേണ്ടിയിട്ട് ഇവർ മുടക്കുന്ന പൈസ. പക്ഷേ അതേസമയം ഇപ്പോൾ അവർക്ക് അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നിന്നും ഈ കൽക്കരി വരാത്തത് കൊണ്ട് അവർക്ക് മറ്റു മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടി വരുന്നു, മറ്റുള്ള മാർക്കറ്റുകൾ അന്വേഷിക്കേണ്ടി വരുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്നത് സൗത്ത് ആഫ്രിക്ക, ഇന്തോനേഷ്യ, മൊസാംബിക്ക് പോലത്തെ രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പം പാകിസ്ഥാൻ കൽക്കരി ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ അതിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 42,000 മുതൽ 45,000 പാക് കറൻസി വരെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു ഒരു ടൺ കൽക്കരിക്ക്. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് പറഞ്ഞാൽ ആനുവലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് 7% വരെ ഈ ഒരു കൽക്കരിയുമായിട്ട് ബന്ധപ്പെട്ട് ചെലവ് വർദ്ധിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ കണക്കുകൾ പറയുന്നത്. പക്ഷെ അതേസമയം ഇത് അവരുടെ റവന്യൂവിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ 3 to 10% റവന്യൂവിൽ ഇടിവ് രേഖപ്പെടുത്തും. ഇത് ഒരേ ഒരു വിഷയം, ഈ കൽക്കരിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന കണക്കാണ്. ഇതുപോലെ സാമ്യമുള്ള പല സാധനങ്ങൾക്കും ഇതേ പ്രശ്നങ്ങൾ, സിമിലർ പ്രശ്നങ്ങൾ പാകിസ്ഥാൻ നേരിടുന്നു എന്നുള്ളതാണ് വസ്തുത. അതുപോലെ പാകിസ്ഥാന്റെ ഉള്ളിൽ കുറച്ച് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്. അവർ കുറേ മെഡിസിൻസ്, ലോക്കൽ മെഡിസിൻസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഖൈബർ പഖ്തൂൺവ മേഖലയിൽ പിഷാവർ കേന്ദ്രീകരിച്ചൊക്കെ ചില മരുന്ന് കമ്പനികളുണ്ട്. ഈ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഗേറ്റ് അടച്ചു പൂട്ടിയത് കൊണ്ട് അവർക്ക് കഴിഞ്ഞ 45 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം ചെറുതല്ല. ഏതാണ്ട് $187 മില്യന്റെ നഷ്ടം ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഉണ്ടായതായിട്ട് കണക്കുകൾ പറയുന്നുണ്ട്. ഇത് ഇപ്പം നിലവിൽ പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റവന്യൂവിൻ്റെ 10% ആണെന്നാണ് പറയുന്നത്. 10% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്.
അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബനാന ഇതൊക്കെ തന്നെ, അതായത് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കുറച്ച് ഉൽപ്പാദനം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ബനാനയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ഇതിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കൂവി 10 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം അവിടെ കിടന്ന് ബനാന ചീത്തയാകുന്ന സാഹചര്യമാണ്. കാരണം ബനാനയ്ക്കൊക്കെ ഒരുപാട് ലൈഫ് ടൈം ഒന്നുമില്ല. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് $150 മില്യൺ വർത്ത് വരുന്ന നഷ്ടം പാകിസ്ഥാന് സംഭവിച്ചതായിട്ട് പാകിസ്ഥാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. പാകിസ്ഥാൻ ഇങ്ങനെ മില്യൺ കണക്കിൽ കണക്കൊക്കെ പറയുന്നുണ്ട്. 10%, 8% എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കടബാധ്യത നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ തലകറങ്ങി വീഴും. ആ രീതിയിലാണ് കടബാധ്യത. പിന്നെ ഈ വരുമാനങ്ങളൊക്കെ എവിടെ പോകുന്നുള്ളത് നമുക്കറിയില്ല. ഇത് ഒരുപക്ഷെ ഫേക്കായിട്ട് അവർ പുറത്തുവിടുന്ന ഫിഗേഴ്സ് ആയിരിക്കാം. അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ട് ഇറക്കുന്ന ഉടായ്പായിരിക്കാം. ഇല്ലെങ്കിൽ അവരുടെ പൊതുജനങ്ങൾ, അതായത് പാകിസ്ഥാന്റെ പൊതുജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രമാത്രം നഷ്ടമുണ്ട്, കാരണം അഫ്ഗാനിസ്ഥാനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന നമ്പറുകളും ആവാം. പക്ഷേ ഇതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട്. 700 മുതൽ 750 ട്രക്കുകൾ ലൈനപ്പാണ്. അതായത് അഫ്ഗാനിസ്ഥാനിലോട്ട് കടന്നു പോകാനും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാനും 700 മുതൽ 750 ട്രക്കുകൾ ഇപ്പം സ്ട്രക്കായിരിക്കുകയാണ്. ഇതൊരു സൈഡിൽ. അതേപോലെ 9000 ഷിപ്മെൻറ്റുകൾ പോർട്ടിൽ സ്ട്രക്കായിരിക്കുകയാണ്. പാകിസ്ഥാൻ പോർട്ടിൽ 9000 ഷിപ്മെൻറ്റുകൾ അവിടെ സ്ട്രക്കായിരിക്കുകയാണ്. അപ്പോൾ ഇമാതിരിയുള്ള വലിയ രീതിയിലുള്ള കെയോസ് ആണ് അവിടെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇതിനുപരിയായിട്ട് 6000 മുതൽ 8000 ടൺ നെയ്യ് ഉണ്ടല്ലോ, നെയ്യ്, ഇതൊക്കെ കെട്ടിക്കിടക്കുകയാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ. ഇതൊക്കെ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഡിഫൻസ് മിനിസ്റ്റർ ഖവാജ ആസിഫ് ഈ രീതിയിലാണ് പറയുന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇഷാഖ് ദർ UN റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് അഫ്ഗാനിസ്ഥാനുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് ഈ വ്യാപാര പാത ഒന്ന് തുറന്നു തരണം എന്ന് പറഞ്ഞിട്ട് ഇഷാഖ് ദർ UN വാതിലിൽ കിടന്ന് മുട്ടുകയാണ്. മുട്ടിയിട്ടും തുറക്കുന്നില്ല. കാരണം അഫ്ഗാനിസ്ഥാന് UN ബാധകമല്ല. അവർക്ക് ആവശ്യമുള്ള സമയത്ത് UN പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്താനും ഈ യുണൈറ്റഡ് നേഷൻസിന്റെ കുറച്ച് റിലീഫ് വർക്കുകൾ, റെഫ്യൂജിയുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് UN സമീപിച്ച് UN ത്രൂ എങ്ങനെയെങ്കിലും ഈ ഒരു ബോർഡർ ഏരിയ ഓപ്പൺ ആക്കാം. കാരണം യുണൈറ്റഡ് നേഷൻസിന് വലിയ സ്വാധീനമുണ്ട് ഈ ബോർഡർ മേഖലയിൽ. അപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. പാകിസ്ഥാൻ ഭയങ്കര വിൽ പവർ ഉള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ട് വീഡിയോസും അതൊക്കെ പ്രൊപ്പഗൻഡയൊക്കെ അടിച്ചിറക്കുന്നെങ്കിലും അഫ്ഗാനിസ്ഥാനെ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പാകിസ്ഥാന് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ ബോർഡർ അടച്ചുപൂട്ടിയതിൽ. കനത്ത നഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാനികൾ ഈ വ്യാപാര പാതയിലൂടെ വണ്ടി ഓടിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഭീകരവാദികളെ കൊണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ പൊട്ടിത്തെറിപ്പിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഖവാജ ആസിഫ്, പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖവാജ ആസിഫ് പറഞ്ഞതെങ്കിലും ഇന്നലെ മുതൽ ഇന്ന് വരെ 24 മണിക്കൂറിനകത്ത്, അതായത് വിതിൻ 24 hours 7 സ്ഥലങ്ങളിൽ പൊട്ടിത്തെറി. അത് പ്രത്യേകിച്ച് ക്വറ്റ, ബലൂചിസ്ഥാൻ മേഖലയിലാണ് ഈ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. തുടരെ നടന്ന ആക്രമണങ്ങളിൽ 24 പാക് മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുവരെ. ഇതാണ് പാകിസ്ഥാന്റെ നിലവിലുള്ള അവസ്ഥ. ബലൂചിസ്ഥാൻ ക്യാപിറ്റലായിട്ടുള്ള ക്വറ്റ, അതേപോലെ തന്നെ അതിന്റെ തൊട്ടടുത്ത് ദേറ മുറാദ്, ജമാലി എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അവരുടെ സീനിയർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആസിഫ് ഖാൻ ആണ് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു പറഞ്ഞത്. പത്രസമ്മേളനത്തിൽ കൂടി തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. ലോവർ കരേസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ആക്രമണങ്ങളുണ്ട്. അതായത് 7 സ്ഥലങ്ങളിലാണ് പൊട്ടിത്തെറി. ഇനിയും തുടരെ എവിടെയൊക്കെ പൊട്ടിത്തെറിക്കും എന്നുള്ളത് അറിയില്ല എന്നുള്ള അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ആയിരിക്കും അവർ ആരോപണം ഉയർത്തുന്നത്. കാരണം ഈ ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ, അതായത് 4-ാം തീയതി 5-ാം തീയതി, ഈ 2 ഡേറ്റും ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. കാരണം വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ആയിരിക്കാം ഇതിൻ്റെ പുറകിൽ എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്തായാലും പാകിസ്ഥാൻ ശരിക്കും ഇച്ചിരി അസ്വസ്ഥമാണ്. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.